ഹായ്, ജെഷീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ചിക്കൻ ചുക്ക എന്നും പറയാം. അപ്പോൾ അതിനായിട്ട് ഒരു 2 വലിയ സവാള അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 കിലോ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോപ്പറിലിടുമ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും. കണ്ടില്ലേ, ഇത്രയും ചെറിയ പീസായിട്ട് നമുക്കിത് കിട്ടും. ഇത്രയും ഇങ്ങനെ ആണ് ഞാൻ ഇത് ചിക്കൻ റോസ്റ്റിന് ഈ ഒരു സൈസിലാണ് എടുക്കാറുള്ളത്. പിന്നെ കുറച്ച് ഒരു 2 തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യണത്, ഇനി നമ്മൾ ചിക്കനിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ ചതച്ച് ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായി ചേർത്തിട്ട് വെക്കണം കേട്ടോ. നല്ല കുഴച്ച്, നല്ല അമർത്തി കുഴച്ച് നല്ലതാക്കി വയ്ക്കുക. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം ഗീ റൈസ് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അരി ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ വറുത്തെടുത്തു. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ സാധാരണ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എങ്ങാനും. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള നന്നായി വഴറ്റിയെടുക്കാം. അതപ്പോൾ സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയിൽ പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം നമ്മൾ മസാലകൾ ചേർക്കുന്നത് എല്ലാം നമ്മുടെ എരിവിനും പാകത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം വേണം, എത്ര എരിവ്, അതൊക്കെ ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ എല്ലാ മസാലകളും ഇതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും അത് ഒന്ന് അതിൻ്റെ ആ സ്മെല്ല് മാറുന്ന വരയ്ക്ക് നന്നായി ചൂടാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളി കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ. ഞാൻ ആദ്യം സവാളയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ തക്കാളി ഇടുമ്പോൾ വീണ്ടും ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇതും ഒന്ന് നന്നായി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ തക്കാളി പെട്ടെന്ന് വേവും. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ചിക്കൻ ചുക്ക എന്നും പറയും. ചുക്ക എങ്ങനെയാണ് കറക്റ്റെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അത് 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് അത് തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ വറുത്ത് വെച്ചാൽ നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഷാലോ ഫ്രൈ ഒന്നുമല്ല, നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ആ ചിക്കനും കൂടിയും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതിനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. നിങ്ങൾക്ക് ഇത് കണ്ട് വീഡിയോ ഇഷ്ടമായി എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് നല്ലൊരു റെസിപ്പിയാണ്. ചിക്കൻ ഇതിലിടുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ സവാളയിൽ അപ്പോഴാ സവാള ഈ ചിക്കനിലേക്ക് ഇങ്ങനെ പറ്റി പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അത് ഇതിൽ കിടന്നിങ്ങനെ ഇളക്കി വറ്റിച്ചെടുക്കുമ്പോൾ അത് വേഗം വറ്റിക്കോളും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ സവാള വഴറ്റിയതൊക്കെ ചിക്കനിലേക്ക് ഇങ്ങനെ നന്നായി ആയി വരും. പിന്നെ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മെല്ലെ അടച്ച് വയ്ക്കാം നമുക്കത്. 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ അതിൽ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന നല്ല കുക്കായിട്ടുണ്ട്. ഇതിലിങ്ങനെ കിടന്ന് ഒന്നും കൂടി നല്ല നമുക്കൊന്ന് കൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കി അങ്ങനെ എടുക്കാം. കണ്ടോ അപ്പോൾ നല്ല ആവിയൊക്കെ വരണേ. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഞാൻ കഴിക്കണത് ഗീ റൈസിൻ്റെ കൂടെ
ഒക്കെ കഴിക്കാം. ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം ഒക്കെ നമുക്കിത് കഴിക്കാം. ചപ്പാത്തി, ബ്രെഡ്, ഇതിൻ്റെയൊക്കെ ഒപ്പം നമുക്കിത് കഴിക്കാൻ നല്ല രസമുള്ളൊരു സംഭവമാണ്. ഞാൻ ഗീ റൈസിൻ്റെ ഒപ്പം ആണ് കഴിക്കണേ. ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഒക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് കഴിക്കുക. നെല്ലിക്ക അച്ചാറ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ചുക്ക, പിന്നെ തൈര് സലാഡ്. എല്ലാം കൂട്ടി സൂപ്പറായി കഴിക്കുക. നല്ല രസം. ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.